അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാമിക വിശ്വാസികളെ മുസ്ലിം പ്രമാണിമാർ, പണ്ഡിത പ്രമാണിമാർ എന്ന് പറയുന്ന കുരുവട്ടൂരി തെരീക്കത്തിൻ്റെ കള്ളത്തെരീക്കത്തിൻ്റെ ആളുകൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ വളരെ ലജ്ജാവഹമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് കൈകൊട്ടി പാടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെ ഇവർക്ക് അനുവദനീയമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണ് സദസ്സിൽ വന്നാൽ അത് ഒരു പൂച്ചക്കുട്ടി വരുന്നത് പോലെ കാണാനും, നോമ്പിന് ഒരു ഷെയ്ഖ് ഭക്ഷണം തന്നാൽ അന്നത്തെ നോമ്പാണ് ഏറ്റവും നല്ല നോമ്പ് എന്നൊക്കെ അവിടെ പത്ത് പറക്കിയിട്ട്, മന്ദിക്കിൻ്റെ കിതാബുകളൊക്കെ എന്താണ്, അതൊക്കെ പലരുണ്ടാക്കിയത് കൊണ്ട് അതൊക്കെ വിസർജ്ജ വസ്തു ചിലവാക്കാൻ വേണ്ടി, ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് പമ്പേഴ്സൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പ്രസംഗിച്ചവർ. അതുകൊണ്ട് തന്നെ അവരെ പമ്പേഴ്സ് മൂല്യരെന്നാണ് AP വിഭാഗം അവരെ വിളിക്കാറുള്ളത്. ഇവർ അവരെ കൂട്ടത്തു നിന്ന് തന്നെ പോന്നതാണ്. എന്നാലും നമ്മൾ കാര്യം ചിന്തിക്കണം. ഇവിടെ എന്നപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇവർ BJP ആണല്ലോ. ഈ BJP ആയിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത്. കാരണം ഈ സാവിയത്ത് സൂഫിയ എന്ന് പറഞ്ഞൊരു സംഘടന ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ തീരുമാനിച്ചത് എന്താണ്, നരേന്ദ്രമോദിൻ്റെ കരങ്ങൾക്ക് ശക്തിയാകണം, അതാക്കണം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരെ കുപ്പിയിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇപ്പോൾ സംഘടന വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഇപ്പം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ തന്നെ വളരെ മോശമായ, ഏറ്റവും വെറുക്കുന്ന, മനുഷ്യന്മാർ കേട്ട വെറുക്കുന്ന തെറികൾ, ഈ തെറികളും ഓരോ സ്ഥലങ്ങളിൽ വന്ന് പ്രസംഗിച്ച് കണ്ട് പോവുക. ഇനി അതാണ് കേൾക്കാൻ ആളില്ലെങ്കിൽ ഓൺലൈനിലൂടെ വിട്ടുകാണ്ട് യൂട്യൂബിൽ തുറക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു നല്ല തമ്പനയിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അത് കേൾക്കുന്നത് മുഴുവനും ഈബത്തും നമീമത്തും അവരെ ഉസ്താദുമാരെ തെറി പറയലും. ഇത്രയും കാലം പഠിച്ചത് ഇപ്പോൾ ഈ 2020 മുമ്പൊക്കെ ജാഹിലിയ കാലത്തായിരുന്നു. ആ കാലത്ത് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ഐബുകൾ ഇങ്ങനെ എടുത്ത് പറയാം, വിളിച്ച് പറയാം. ഒരു വിഭാഗം അതപ്പതിച്ചാൽ എന്താണ് ഈറ്റൊക്കെ സംഭവിച്ചത്? ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും ചെയ്യും. ഇതൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇസ്ലാമിയ പേരുണ്ടായത് കൊണ്ട് എന്ത് ചെയ്യൂല എന്നറിയാം, മുസൽമാനാവില്ല. എന്നതുപോലെ ഇപ്പോൾ CM വലിയുള്ള എന്ന് പറയുന്നൊരു വ്യക്തി, അയാളങ്ങോട്ട് ഉയർത്തിയിട്ട് അയാൾക്ക് എന്താണെന്നറിയോ, പടച്ചോൻ കൊടുത്ത കഴിവ് എന്നൊന്നും പറയേണ്ട, സ്വയം കഴിവ് തന്നെയാണ് എന്ന് വരെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത കറാമത്തുകളും കളവുകളും പറഞ്ഞിട്ട് ഈ മതത്തിൻ്റെ ആളുകൾ മതത്തിനെ തന്നെ എന്താക്കുക, ഒന്നുമല്ലാതാക്കിയിട്ട് ഇവിടെയുള്ള മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഇതൊക്കെ സുന്നികൾ ചെയ്യുന്നതാണ് എന്നിട്ട് ഈ ക്ലിപ്പ് ഇട്ട് കണ്ടിടുക. സുന്നി പണ്ഡിതന്മാരെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങളെ പണ്ഡിതന് എന്ന് പറഞ്ഞു കണ്ടെന്ത് ചെയ്യുക, ഓരോ വീഡിയോകൾ ചെയ്യുമ്പോൾ ഇത് കാണുന്ന എന്നെ പോലത്തെ സാധാരണക്കാർക്ക് വളരെയധികം വിഷമം തോന്നുകയാണ്. ഈ ചങ്ങായിമാർ ഇത് നിർത്തണം എന്നുള്ളതാണ്. ഈ നിർത്താൻ ഇവർക്ക് കഴിയില്ല, കാരണം ഇവർക്ക് ജീവിച്ചു പോകണ്ടേ. ഇവർ കള്ളത്തെരീക്കത്താണ് എന്നതിൻ്റെ അടയാളമാണ് എന്ത്, ശരീഅത്തിനെതിരായ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് മുഴുവനും. ഈബത്തും നമീമത്തും പറഞ്ഞാൽ അവൻ്റെ ഇബാത്ത് മുഴുവൻ പൊളിഞ്ഞു പോകുന്ന. പിന്നെ ഇവരെ പിന്നാലെ കൂടിയിട്ട് എന്താ, എന്നിട്ടൊരു വ്യക്തിനെ പ്രദർശിച്ചുകൊണ്ട് ഇയാളാണ് ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത്, ഇയാളാണ് കാലഘട്ടത്തിൻ്റെ മശായിഖ്, ഇയാൾ പറയും പോലെ നമ്മൾ നടക്കാൻ പാടുള്ളൂ. ഇവിടെയുള്ള സംഘടനകളൊക്കെ പയച്ചതാണ്. കാരണം എന്താണ്, അവരൊന്നും ഇവരെ ബയ്യത്ത് ചെയ്തില്ലല്ലോ. ഇയാളെ ബയ്യത്ത് ചെയ്താൽ ഈ കോമു ഈ നമ്മുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഈ കണ്ട രൂപത്തിൽ ചിലയിടത്ത് നിന്നാണ് വേഷം മാറിയിട്ട് ഈ പന്തുകളിയും മറ്റും ഇതൊക്കെ നടത്തുന്ന ഒരു ചങ്ങായിനെ പിടിച്ചളിച്ചാണ്ട് ഇങ്ങനത്തെ ആളെന്നിട്ട് വിശേഷിപ്പിക്കുന്ന ഗർഭാശയത്തു നിന്ന് തന്നെ ഖുർആൻ ഇപ്പതാക്കിയ ആളാണ്. ഇതൊക്കെ ഈ ആധുനിക യുഗത്തിലെല്ലാം അറിയാൻ കഴിവുള്ള സംവിധാനമുള്ള ഈ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞാലോ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇത്തരം ആളുകളെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.